കേസിന് ഏതെങ്കിലും നിങ്ങൾ പോയിട്ട് ജയിച്ച ചരിത്രമുണ്ടോ? നിങ്ങൾ ആളുകൾക്കിടയിൽ വന്ന് അങ്കലാപ്പുണ്ടാക്കും. കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഇത് 2014 ശേഷമുള്ള അധികാര നഷ്ടവും അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന നിശാഭംഗത്തിൽ നിന്നും ഉണ്ടായതല്ലേ? കാവ്യവൽക്കരണത്തെ കുറിച്ച് കേരളത്തിലെ ചാനലിൽ വന്ന് പറയും. മോഡി വിളിച്ചാൽ ചായ കുടിക്കാൻ പോകുന്ന പ്രേമചന്ദ്രൻ കാവ്യവൽക്കരണത്തിനൊപ്പമാണോ? അദ്ദേഹത്തിന് നിങ്ങൾ നടപടിയെടുക്കുമോ? റാഷിദ, നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു പിടിക്കണ്ട. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ എത്ര പദ്ധതി ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ? ജയചന്ദ്രൻ, ബി.ജെ.പിക്ക് ഏതായാലും ഇതിനെ പോസിറ്റീവായി എടുത്താൽ പോരെ? PM ശ്രീ പദ്ധതിയിലേക്ക് കേരളം ഭാഗമാകുന്നത് പോസിറ്റീവ് അല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ഞങ്ങൾ ഒന്നുകൂടി പറയും, 70 വയസ്സ് തികഞ്ഞ പാവപ്പെട്ട കേരളത്തിലെ ആളുകൾക്ക്, വയോവൃദ്ധന്മാർക്ക്, അവർക്ക് സൗജന്യമായി 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യം കിട്ടുന്ന ആയുഷ്മാൻ വയോമിത്ര പദ്ധതിയുണ്ട്. അതും കൂടി കേരളം നടപ്പിലാക്കണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. കാരണം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന ആവശ്യങ്ങളല്ലേ റാഷിദേ? ഇവിടെ കോൺഗ്രസ് പതി പറഞ്ഞ മാതിരിയാണോ? എന്താ പറഞ്ഞത്? 2022 ഉള്ളത് പിൻവലിക്കാൻ പറ്റുമോ? പറ്റും മിസ്റ്റർ രാജു. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. നോക്കൂ, 2023 അന്നത്തെ പഞ്ചാബ് ഗവൺമെന്റ് പിൻവലിച്ചില്ലേ? ഇവിടെ വന്ന് ഗീർവാണ പ്രസംഗം നടക്കുന്ന വോട്ടർമാർക്കറിയാം, കേൾക്കുന്നവർക്കറിയാം. നിങ്ങൾ ഈ ചാനലിൽ വന്ന് പറയുന്നതൊന്നും നിങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾക്ക് സ്വീകാര്യമല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. വേണമെങ്കിൽ പഞ്ചാബ് സർക്കാരിന് പിന്നോക്കം പോകാമെങ്കിൽ, പിൻവലിയാമെങ്കിൽ, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞ് കത്ത് കൊടുത്ത് പിന്മാറാമെങ്കിൽ എന്തേ കർണാടക പിന്മാറാത്തത്? ഉത്തരം പറ. അപ്പൊ ഇതൊക്കെ വന്ന ആളുകളെ പറ്റിക്കാനല്ലേ? ഇനി രണ്ടാമത് നിങ്ങൾ പറഞ്ഞു ഏതോ പാർലമെന്ററി കമ്മിറ്റിയുടെ രേഖയുണ്ട്, കേസിന് പോയാൽ അങ്ങ് ചെയ്യുമെന്ന്. എന്താ ജോർജ് സോറോസ് പറഞ്ഞിട്ടാണോ നിങ്ങൾ കേസിന് പോവാത്തത്? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? കേസിന് ഏതെങ്കിലും നിങ്ങൾ പോയിട്ട് ജയിച്ച ചരിത്രമുണ്ടോ? നിങ്ങൾ ആളുകൾക്കിടയിൽ വന്ന് അങ്കലാപ്പുണ്ടാക്കും. കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് ഇത് 2014 ശേഷമുള്ള അധികാര നഷ്ടവും അതിന് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന നിശാഭംഗത്തിൽ നിന്നും ഉണ്ടായതല്ലേ? പിന്നെ റാഷിദ് പറഞ്ഞ ഒരു കാര്യം ശരിയാ, ഭിന്നിപ്പിന്റെ സ്വരം. നോക്കൂ, ഇന്ത്യ മുന്നണി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, വോട്ട് ചോരി എന്നും പറഞ്ഞ് ബീഹാറിൽ പോയി എന്തൊക്കെയോ നാടകം കളിച്ചു. പോളിറ്റ് ബ്യൂറോ മെമ്പർമാരെ കൂട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ കൂട്ടി. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്താണ് റാഷിദേ? എന്താണ് അവിടുത്തെ അവസ്ഥ? കാവ്യവൽക്കരണത്തെ കുറിച്ച് കേരളത്തിലെ ചാനലിൽ വന്ന് പറയും. മോഡി വിളിച്ചാൽ ചായ കുടിക്കാൻ പോകുന്ന പ്രേമചന്ദ്രൻ കാവ്യവൽക്കരണത്തിനൊപ്പമാണോ? അദ്ദേഹത്തിന് നിങ്ങൾ നടപടിയെടുക്കുമോ? സന്തോഷായി. മോഡിയോടൊപ്പം ചേർന്നു എന്നും കേരള ഘടകത്തിന് അഭിപ്രായമില്ലെന്ന് പറഞ്ഞ ശശി തരൂരിനെ ഇത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കാകുമോ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? അപ്പൊ ഇതാ രാഷ്ട്രീയ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ നമ്മൾ തയ്യാറാകണം. രാജ്യത്തിന്റെ മുന്നേറ്റത്തിന്റെ പാതകൾ നമ്മൾ തിരിച്ചറിയണം. രാജ്യം ഇന്ന് വികസിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം പിടിമുറുക്കുന്നു. ആഗോള വിദ്യാഭ്യാസ രംഗത്തുള്ള അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. അതിനിടയ്ക്ക് ആരോ ഒന്ന് പറയുന്നത് കേട്ടു, ഡൽഹിയിലെ സ്കൂളിൽ കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നുവെന്ന്. മിസ്റ്റർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര പ്രതിനിധി, കേരള സർവകലാശാല, കൊച്ചിൻ സർവകലാശാല, കോഴിക്കോട് സർവകലാശാല, നിങ്ങൾ അങ്ങ് ഡൽഹിയിലേക്ക് നോക്കി കണ്ണു കഴിക്കുന്നുണ്ടല്ലോ. ഈ 3 സർവകലാശാലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിലെ കേരളത്തിലെ കോളേജുകളുടെ അവസ്ഥയൊന്ന് നിങ്ങൾ പറയോ? എന്ത് പറ്റിയടാ? വേറെ ആരോ പറയുന്നത് കേട്ടു, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പോലെയല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുപോലെയല്ല കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗം എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസം പോലെയല്ല വിദ്യാഭ്യാസ രംഗം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്കൾ നേരത്തെ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പടം വെച്ചാൽ എന്ത്, പടം വെക്കണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. നിയമപരമായി കണിശമായി പടം വെക്കണം എന്നൊരു ഇൻസ്ട്രക്ഷൻ ഇല്ല എങ്കിൽ പോലും ബ്രാൻഡിങ്ങിന്റെ ആവശ്യത്തിന് പ്രധാനമന്ത്രിയുടെ പടം നല്ല അപ്രൂവ് ചെയ്തിട്ടുള്ള, കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ചിത്രമടക്കം അത് വെച്ച് ഇത് PM സ്കൂൾ എന്ന് എഴുതി ഒരു സെൽഫി പോയിന്റ് സ്ഥാപിച്ച് ചുവരിൽ PM ശ്രീ സ്കൂൾ എന്ന് എഴുതി കാണിച്ച രൂപത്തിൽ തന്നെയായിരിക്കണം ആ സ്കൂളുകൾ പ്രവർത്തിക്കേണ്ടത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. റാഷിദ, നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു പിടിക്കണ്ട. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ എത്ര പദ്ധതി ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ? ഇന്ദിരാഗാന്ധിയുടെ പേരിൽ എത്ര പദ്ധതിയുണ്ട്? രാഹുൽ ഗാന്ധിയുടെ പേരിൽ എത്ര പദ്ധതിയുണ്ട്? ഇത് PM-ന്റെ പേരിലാണെന്നേ. ആ കസേരയിൽ നാളെ ഖാർഗെ കയറിയിരുന്നാൽ ഖാർഗെ അല്ലേ അവിടെ ചിത്രം വെക്കേണ്ടത്? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇത് PM-ന്റെ സ്കൂൾ, റൈസിംഗ് സ്കൂൾ ഇൻ ഇന്ത്യയാണ്. അങ്ങ് വളർന്ന് വികസിക്കുന്ന ഇന്ത്യയുടെ വിദ്യാലയങ്ങൾ. അതെന്താ PM ശ്രീ എന്ന് വെച്ചാൽ മരിക്കുന്നത് വരെ മോഡിക്ക് നിങ്ങൾ നിന്ന് കൊടുത്തോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ആർക്കും ഇത് കിട്ടില്ലെന്ന് തീരെഴുതിയോ നിങ്ങൾ?
ഇത് PM ശ്രീ അല്ലേ, പ്രധാനമന്ത്രി. നെഹ്റു ആയപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലായിരുന്നു. ഇത് നരേന്ദ്രമോദി ശ്രീ അല്ലല്ലോ. അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? ഇത് കേന്ദ്രത്തിലെ മന്ത്രിയുടെ പേരിലല്ലല്ലോ. ശരി. മാത്രമല്ല ഇതൊന്ന് വെച്ചാൽ അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുവോ? നോക്കൂ, ജന ഔഷധിയുടെ മുമ്പിലൊക്കെ ഈ ഫോട്ടോ ഇല്ലേ? എന്നിട്ട് അവിടെ പോയി കേരളത്തിലെ ആളുകൾ മരുന്ന് വാങ്ങുന്നില്ലേ? അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. വളപ്പീടിയുടെ മുമ്പിൽ മോഡിയുടെ ഫോട്ടോ ഇല്ലേ? അവിടെ പോയിട്ട് ആളുകൾ ഫോട്ടോ വാങ്ങുന്നില്ലേ? പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മോദിയുടെ ഫോട്ടോയുടെ കൂടെ പോയിരിക്കുന്നില്ലേ? കോൺഗ്രസ് കള്ളപ്പന്നി ഭരിക്കുന്ന സംസ്ഥാനത്തിൽ അവരിയ്ക്കുന്നില്ലേ? എന്നിട്ട് അവിടെ കിടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നോ? ഇത് അസഹിഷ്ണുതയല്ലേ റാഷിദ നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ഒരു പദ്ധതിയുടെ ഇന്ത്യ രാജ്യത്ത് ഓട് പൊളിച്ച് കയറിയ ഗവൺമെന്റാ. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. കയറിയതാണോ അതല്ല ഈ പറയുന്ന പിൻവാതിലൂടെ പല പദ്ധതികൾ നടപ്പാക്കുന്നതാണോ ഇവിടുത്തെ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന PM ശ്രീ പദ്ധതി ആവട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയമാകട്ടെ, പല അജണ്ടകളും പൊളിറ്റിക്കലി നടപ്പാക്കാനുള്ള ടൂൾ ആണ് എന്നുള്ളതാണ് നിങ്ങളെ എതിർക്കുന്നവരുടെ വാദം. ആർക്കറിയാവുന്ന